Thank you, friends, for joining in this live. Thank you for watching. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിന്റെ വേദപുസ്തക അടിത്തറയെ പരിശോധിക്കുന്ന സീരീസിലായിരുന്നു. ഇന്ന് വീണ്ടും നമ്മൾ അതിൽ തുടരുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ ലൈവ് പ്രക്ഷേപണത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ഒരു പ്രാർത്ഥന കേൾക്കാം. കർത്താവേ, നെറ്റ്വർക്കിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നെറ്റ്വർക്ക് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നെറ്റ്വർക്ക് കിട്ടട്ടെ, നെറ്റ് ഓടട്ടെ. യേശുവേ സ്തോത്രം. പ്രാർത്ഥനാ സബ്ജക്റ്റ് എല്ലാവർക്കും കേൾക്കുവാൻ കാണുവാൻ കർത്താവ് ഇടയാക്കിയാട്ടെ. അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. നെറ്റ് ഓടട്ടെ. പിശാചേ, ഞങ്ങളുടെ നെറ്റിൽ നിന്ന് ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങൾ നെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പിശാചേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന തീരുന്നത് വരെയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശല്യവും വരാതിരിക്കാൻ ദൈവം സഹായിക്കണം. അങ്ങോട്ട് സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം, നെറ്റിന്റെ കൂടെ ഇരിക്കണം. ആമേൻ. ഇത് നിങ്ങൾ കേട്ടോ, കഴിഞ്ഞ വർഷം വരെ ഇന്റർനെറ്റ് ഭയങ്കര പാപമാണെന്നും പിശാചിന്റെ വകയാണെന്നും പിശാചാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പെന്തക്കോസ്തുകാർ. പിശാചിന് എഴുതി കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്റർനെറ്റ്. ഇപ്പം എന്തേ പാവം പിശാചിനെ അവിടെ നിന്ന് ഇറക്കുക. പിശാചിൻ്റെതാണെന്ന് ഇവരെല്ലാവരും തന്നെ സർട്ടിഫൈ ചെയ്ത നെറ്റാണ്. ഇപ്പൊ ഇവർക്ക് അവകാശമായി. ഇപ്പം പണ്ട് അറബി ഒട്ടകത്തെ കൂടാരത്തിൽ കയറ്റുന്നു പറഞ്ഞില്ല, ഇതിപ്പം യേശുവിന്റെ നാമമായി, രക്തമായി, ഇല്ലാത്ത പ്രാക്കായി, ശാപമായി. പാവം പിശാച്. ഈ പിശാച് എവിടെ പോയിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പെന്തക്കോസ്തുകാരെ കൊണ്ട് തോറ്റു. പിശാചിനെ കിണറ്റി പോലും കിടത്തുകയല്ല. അപ്പൊ നമുക്ക് എന്നാൽ ഇന്ന് നെറ്റിന് കുഴപ്പമൊന്നും വരത്തില്ല. നമ്മൾ ശക്തമായി ശാസിച്ചിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ലൈവും തുടങ്ങുന്നതിന് മുമ്പ് ഇതങ്ങ് പ്ലേ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്നാണേലും ശല്യമൊക്കെ മാറട്ടെ. പിശാച്. നമ്മൾ ഈ തത്വ ചിന്ത ഫിലോസഫിക്കലായിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈ നരകവാദികളോട് ചോദിക്കാൻ ഉള്ള നിത്യനരകം, അതായത് പാപം ചെയ്യുന്നവരെ നിത്യനരകത്തിലേക്ക് തള്ളിവിടും. ഇപ്പൊ ഇവരുടെ മനസ്സ് ഇവർ പറയുന്നത് അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട്. ഞാൻ ഒരിക്കല് ഈ ബ്രദറിലെ ഒരു പണ്ഡിതനുണ്ട്, ES തോമസ് എന്ന് പറയും. നിങ്ങളൊക്കെ ഈ ഓൺലൈനിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹവുമായിട്ട് ഞാനൊരു ലൈവ് ചെയ്തു, കുറെ നാൾ മുമ്പാണ്. അപ്പൊ ഞാൻ ഈ നിത്യനരകത്തെ പറ്റി ചോദിച്ചു. അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ, നിങ്ങളാരും ഇനിയിപ്പോ അതുകൊണ്ടെന്ന് ചിന്തിച്ചേക്കല്ലേ. അപ്പൊ ഇവര് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് സാറേ ഈ നിത്യനരകം? അതിങ്ങനെ അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ അവിടെ ആ പുഴുവൊന്നും അവിടെ ചത്തുപോകത്തില്ല. അപ്പം ഇരുമ്പ് പുഴുവായിരിക്കും അല്ലേ, കാരണം കെടാത്ത തീയാണെങ്കിൽ തന്നെ. അപ്പം നമ്മൾ ആ തീക്കകത്തോട്ട് വീഴുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ വെന്ത് ഇല്ലാതെയായി പോകത്തില്ലേ. അപ്പൊ എന്നാലും കുറച്ച് കഴിയുമ്പോൾ കത്തി ചാമ്പലായി പോവും. അന്നേരത്തേനും പുള്ളി പറഞ്ഞു അത് അങ്ങനെയല്ല, അങ്ങനെ കത്തിയാലും തീർന്നു പോകാത്തൊരു പ്രത്യേകതരം ബോഡി നമുക്ക് തരുമെന്ന്. എന്തിനാ? നമ്മുടെ ഈ നോർമൽ ബോഡി കൊണ്ടൊന്നും പറ്റത്തില്ല. പ്രത്യേകമായി തീയിൽ കിടന്ന് പൊളയാൻ വേണ്ടി എത്ര കത്തിയാലും തീർന്നു പോകാത്ത, കാരണം തീർന്നു പോയ പിന്നെ ആ ദൈവത്തിന്റെ രസം അങ്ങ് സാഡിസ്റ്റ് ആണല്ലോ ദൈവം. ഈ നരകവാദികളുടെ ദൈവം സാഡിസ്റ്റാണ്. കാരണം അവരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെയാണ് അവരുടെ ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അവരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെയാണ് അവരുടെ ദൈവം. അപ്പൊ അവരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, അവരുടെ ഡോക്ട്രിൻ, ഉപദേശം നോക്കിയാൽ മതി. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് നിത്യനരകമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? കുറച്ച് മനുഷ്യ ജീവനെ ഇങ്ങനെ തീക്കകത്തിട്ട് ഇങ്ങനെ പൊരിക്കുകയാണ്. അത് കണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. അപ്പൊ അവരുടെ ദൈവം ആരാണ്? ഒരു സാഡിസ്റ്റാണ്. പക്ഷെ നമ്മുടെ ദൈവം ആരാണ്? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹം തന്നെ.
നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് റീജനറേഷൻ എന്നൊക്കെ ഈ പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും ജനിച്ചു എന്നൊക്കെ പറയുമല്ലോ. എന്താണ് വീണ്ടും ജനിച്ച്? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് ഈ മാനസാന്തരം? ഓരോ ഉപദേശിയും അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും അല്ലെ ഓരോ പെന്തക്കോസ്തുകാരനും അല്ലെ ഓരോ കരിസ്മാറ്റിക്കുകാരനും മാനസാന്തരം എന്ന് വിവക്ഷിക്കുന്ന എന്താണ്? കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം വന്നപ്പോ അവര് നവീകരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു, അല്ലെ മാനസാന്തരപ്പെട്ടവർ എന്ന് പറഞ്ഞ് അവര് പ്രധാനമായിട്ടും അതാത് ഇടവകളിൽ കള്ളുകുടി നിർത്തി കയ്യടി തുടങ്ങിയവരെയാണ് മാനസാന്തരപ്പെട്ടവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കള്ളു കുടിക്കുന്ന നിർത്തുക അതാണ് അവരുടെ മിനിമം അജണ്ട. നല്ല കാര്യമാണ് മദ്യവർജന പ്രസ്ഥാനം, എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ ജി കുമാരപിള്ളയുടെ മന്മഥൻ സാറിന്റെ പ്രസംഗമൊക്കെ സ്ഥിരം കേട്ടോണ്ടിരുന്നത്. ഇന്നും അങ്ങനത്തെ പ്രസംഗം കൊണ്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. എന്താണ് മാനസാന്തരം? മാനസാന്തരം ഇപ്പൊ മെറ്റനോയ എന്ന് പറഞ്ഞാൽ മാനസാന്തരം, ചേഞ്ച് ഓഫ് മൈൻഡ്. നിങ്ങൾ ദൈവത്തെ കാണുന്ന രീതി മാറുന്നതാണ് മാനസാന്തരം. അല്ല നിങ്ങൾ പൊടിവലി നിർത്തുന്നോ, ഹുക്കാവലി നിർത്തുന്നോ, ബീഡിവലി നിർത്തുന്നോ, മുറുക്കിത്തുപ്പുന്നോ നിർത്തുന്നോ ഒന്നുമല്ല മാനസാന്തരം. അത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്, സ്വഭാവ രൂപീകരണമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ദൈവത്തെ കാണുന്നു. ദൈവത്തെ പിതാവ് ആയിട്ടാണ് യേശു കർത്താവ് അവതരിപ്പിക്കുന്നത്. ആ പിതാവ് സകലവരുടെയും പിതാവാണ്. നിങ്ങൾ മനസ്സിൽ കുറിക്കണേ. 1, നോട്ട് ബുക്ക് ഒന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല, മനസ്സിൽ അങ്ങോട്ട് കുറിക്കുക. 1, ഈ ദൈവം സകലവരുടെയും പിതാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആമുഖമായിട്ട് കേട്ടില്ലേ, ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. ദൈവം ആദത്തെ സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യരുടെയും പിതാവാണ് ദൈവം. അടുത്തത്, ഈ പിതാവ് സൽഗുണപൂർണനാണ്. യേശു കർത്താവ് പറയാണ് സൽഗുണപൂർണനാണ്. കാരണം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്നു. ഈ പിതാവ് മുഖപക്ഷമില്ലാത്തവനാണ്. മുഖപക്ഷം ഇല്ലാത്തവനാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ നന്മ വർഷിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പിതാവിനെ, ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇതാണ് മാനസാന്തരം. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. നിങ്ങൾ മാനസാന്തരപ്പെടാത്ത അൺറീജനറേറ്റഡ്, അൺറിന്യൂഡ് മൈൻഡ് ആണ്. അതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. യു മസ്റ്റ് റിന്യൂ യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതാണ് ദൈവിക തിരുവെഴുത്തുകളിൽ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതാണ് റിന്യൂ ചെയ്യുക, മൈൻഡിനെ റിന്യൂ ചെയ്യുക. അപ്പൊ റിന്യൂഡ് മൈൻഡ് അല്ലാത്തവർ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ, ഈ ദൈവം ഒരു നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ ദൈവം മനുഷ്യരിൽ കുറെ പേരെ പിടിച്ച് അതിനകത്തിടും, അവർ നിത്യമായി പുളഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ദേഹത്ത് ഒരുമാതിരി ഇരുമ്പ് പുഴു, തീക്കകത്ത് കത്താത്ത പ്രത്യേകതരം പുഴു അവിടെയുണ്ട്, ആ പുഴു ഇങ്ങനെ ചെന്ന് അവരെ നക്കിക്കൊണ്ടിരിക്കും,
അത് കണ്ട് ദൈവവും ദൈവത്തിന്റെ ശിൽബന്ധികളും പരിപ്പോടെയും ചായയും കഴിച്ച് ഗ്ലാസ് ജനാലകളിലൂടെ ഈ കാഴ്ച കണ്ട് രസിച്ചുകൊണ്ടിരിക്കും. ഈ വികൃതമായ ചിന്ത പ്രസംഗിക്കുന്നവൻ ആരായിരുന്നാലും അവന്റെ മനസ്സിൽ സാഡിസമാണ് നിറഞ്ഞിരിക്കുന്നത്. സാഡിസ്റ്റാണ് അവൻ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി മയനുധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അതു കാണാനുള്ള ബന്ധം സൂക്ഷിച്ചും കൊണ്ടേ മേവി തൂറും ഈറേമാ മണ്ണിനുയർച്ചയിലാശ്ചര്യം. അപ്പൊ മണ്ണിന്റെ ഉയർച്ചയിൽ ആശ്ചര്യം. അപ്പൊ മനുഷ്യവർഗത്തെ മഹത്വീകരിക്കുന്ന, മനുഷ്യവർഗത്തെ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ സംഭവമാണ് ഇൻകാർണേഷൻ, ക്രിസ്തു ജയന്തി, ക്രിസ്തു ജനനം, ക്രിസ്തുമസ്. ഇതാണ് സുറിയാനി സഭ പഠിപ്പിക്കുന്നത്, പിതാക്കന്മാർ കണ്ട ദർശനം, ദൈവസ്നേഹത്തിന്റെ ദർശനം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും, ഇന്നലെ ഞാൻ പറഞ്ഞു, ആദാമിനെ പരാമർശിക്കുന്നതിന്റെ കാരണം ലോകത്തെ ഒരു ക്രിസ്തീയ സഭയും പരാമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അബ്രഹാം തൊട്ടാണ് തുടങ്ങുന്നത്, അല്ലേ? ഫാദർ അബ്രഹാം ഹാസ് മെനി സൺസ് ഇങ്ങനെ അങ്ങ് പോവാ. പക്ഷേ ആദാമിന്റെ മക്കൾ എന്ന ഒരു കോൺസെപ്റ്റ്, ദൈവസ്നേഹത്തിന്റെ വ്യാപ്തി, ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ഉയരം, ആഴം, അഗാധമായ ജ്ഞാനം, വിസ്മയിപ്പിക്കുന്ന മഹാസ്നേഹം, ആ സ്നേഹത്തിന്റെ ദർശനം, അതിൽ നിന്നുള്ള പ്രചോദനം, മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുന്നു എന്നുള്ള മഹാസത്യം, the possibilities, the scope of incarnation. അപ്പൊ അതിനെ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്. പ്രാദേശിക സുവിശേഷമല്ല ഞങ്ങൾ പറയുന്നത്, യൂണിവേഴ്സൽ ഗോസ്പലാണ്. മറ്റേ ഈ അവരൊക്കെ പറയുന്നത് ടെറിട്ടോറിയൽ ഗോസ്പലാണ്, പ്രാദേശിക സുവിശേഷം. ഇപ്പൊ ഇന്നടത്ത് ഇന്ന പോലെ ഒരു ദൈവമുണ്ട്, അല്ലെ ദേവിയുണ്ട്, ഭഗവതിയുണ്ട്, 10 പഞ്ചായത്തിന്റെ അധിപതിയാണ്, അങ്ങനെയൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് മണർകാട്ട് ഭഗവതി 28 കരയുടെ അധിപതിയാണ്. ഇപ്പൊ 28 കരയാണ് ജൂറിസ്ഡിക്ഷൻ. മണർകാട് ഭഗവതി ഭയങ്കര ഫേമസ് അമ്പലമാണ്. അതാണ് ദേവീ സങ്കല്പം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ചില കരിസ്മാറ്റിക് പ്രസംഗകരുടെയും ചുരുക്കമായി ചില അച്ഛന്മാരുടെയും പെന്തക്കോസുകാരുടെ പൊതുവെയും അവരുടെ സങ്കല്പം ദൈവം പ്രാദേശിക ദൈവമാണെന്നുള്ളതാണ്. ദൈവം ചിലരുടെ മാത്രം ദൈവമാണ്, ചില സ്വകാര്യതകളിൽ അഭിരമിക്കുന്ന ഒരു ദൈവം, പാർശ്വവർത്തികളെയും സ്തുതിപാഠകരെയും ശിൽബന്ധികളെയും സുഖലോലുപതയിലേക്ക് ആനയിക്കുവാൻ കച്ചകെട്ടി നിൽക്കുന്ന ദൈവം. മനസ്സിലായി? ഈ കരിസ്മാറ്റിക് മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്ന എന്നതാ, ഒരു മാസ് ഡ്രില്ല് നടത്തുകയാണ്. കൂടുതൽ പൊക്കത്ത് ചാടുന്നവനിൽ ദൈവം പ്രസാദിക്കുമെന്നാണ് പറയുന്നത്. ഈ ഇദിയമീനും മറ്റേ ഒരാളുണ്ടല്ലോ വടക്കൻ കൊറിയയിൽ ഇപ്പം ഭരിക്കുന്ന കിങ് ജോങ് ഇന്നും അങ്ങനെ ഒരാള് ഇവരുടെ. അപ്പൊ കിങ് ജോങ് ഉന്നിന്റെ ഒക്കെ മുമ്പിൽ സ്കൂളിലെ പിള്ളേർ ചാടാൻ തുടങ്ങി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നിന്ന് ചാടണം. പുള്ളി ഇങ്ങനെ കസേരയിലിരുന്ന് ഇങ്ങനെ രസിച്ചിങ്ങനെ ഇരിക്കും. പിള്ളേർ ചാടി ചാടി താഴെ വീഴണം. അപ്പൊ നല്ല സ്റ്റാമിന ഉള്ളവരെയൊക്കെ അവർ തെരഞ്ഞെടുക്കുക പുള്ളി. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അപ്പൊ അങ്ങനെ ക്രൂരനായ ഒരു യജമാനെ അവതരിപ്പിക്കുക. ഇത് ക്രിസ്ത്യൻ മിനിസ്ട്രി ഒന്നും അല്ല ഈ നടക്കുന്നത്.
കാരണം ക്രിസ്ത്യൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്പാഷന്റെ ആണ്. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. മനസ്സലിവിനാൽ അവൻ നയിക്കപ്പെട്ടു. നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം തർജ്ജമ ചെയ്തിരിക്കുന്നത് പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു. ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അപ്പൊ ജനക്കൂട്ടത്തോട് മനസ്സലിയുന്ന, ആ മനസ്സലിവിനെ കാണിക്കുന്ന, സാന്ത്വനത്തിന്റെ സ്പർശനം നൽകുന്ന, അതൊക്കെയാണ് ക്രിസ്തീയ ശുശ്രൂഷ. അല്ലാതെ ഈ വേറൊരു ദൈവത്തെ, ഡ്യുവലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ദൈവത്തെ അവതരിപ്പിക്കുക. എന്താ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിൽ ഇരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം. ഇപ്പൊ ഇന്നലെ ഒരു കന്യാസ്ത്രീയുടെ വളരെ ഉഷാറായിട്ടുണ്ടത് കാണാൻ. ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു. അപ്പൊ കന്യാസ്ത്രീ വന്ന് വളരെ ആവേശത്തിൽ പറയുകയാണ്, നമ്മൾ ഇച്ചിരി നേരം ദൈവത്തോട് അടുത്തിരുന്ന. പുള്ളിക്കാരത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തുരുമ്പ് പിടിച്ച് ആണി എടുത്തൊരു കാന്തത്തെ കൊണ്ടുവച്ച് 2-3 ദിവസം വെച്ച് കഴിയുമ്പോൾ ആ ആണിക്ക് കാന്തശക്തി കിട്ടും. നമുക്ക് പിന്നെ ആ കാണിയായിട്ട് ഇങ്ങനെ നടക്കാം. കുറച്ച് കഴിയുമ്പോൾ ആ ആണിയുടെ കാന്തശക്തി വരുമ്പോൾ വീണ്ടും കൊണ്ട് ഈ കാന്തത്തെ മുട്ടിച്ചു വെക്കണം. അപ്പൊ ദൈവസങ്കല്പം പാശ്ചാത്യ സുവിശേഷമാണ്. ദൈവം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ കൊണ്ടിങ്ങനെ മുട്ടിക്കണം. മുട്ടിച്ചിങ്ങനെ ഈ ചാർജ് ചെയ്ത്, ഇപ്പൊ ടെസ്ലയുടെ കാറുണ്ട് ഇവിടെ, ഇങ്ങനെ ഓടിപ്പോകുന്നവർക്ക് ചാർജ് കുറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് എവിടെയാലും ചാർജിങ് സ്റ്റേഷൻ കയറ്റി കുത്തി വെക്കുകയാണ്. ചാർജ് കയറി കഴിയുമ്പോൾ എത്ര വികലമായ ധാരണയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലാണ് ഇരിക്കുന്നത്. എല്ലാ ചാർജിന്റെയും ഉറവയാണ്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആകാശത്തിൽ കൂടെ വരുന്ന ഒരു ക്രിസ്തു അല്ല, ഡിങ്കൻ വരുന്ന പോലെ ഇങ്ങനെ വരുന്നു. അപ്പൊ ക്രിസ്തു എന്നുള്ളത് മറ്റൊരു ആളാണ്. മനസ്സിലായോ? നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യേശു മുകളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ യേശു ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും, ഒരുപക്ഷെ കടാക്ഷിക്കും. അപ്പോഴേക്കും ചില ആളുകൾ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് ഇന്ന പോലെ രോഗമായിരുന്നു, ഇന്ന രോഗമായിരുന്നു, എൻ്റെ രോഗം മാറി, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അപ്പൊ സിമിലർ രോഗമുള്ളവർക്കൊക്കെ പ്രതീക്ഷ അവൻ്റെ രോഗം മാറും. പിന്നെ രോഗം മാറിയില്ലെങ്കിലും രോഗം മാറിയും സാക്ഷ്യം പറയും. കാരണം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ചെറിയൊരു ആശ്വാസമൊക്കെ വരും. ഈ മീറ്റിംഗ് നല്ല പാട്ടും നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു ഹോപ്പ് ഉണ്ടാവും. അതൊരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരും. അപ്പൊ ഇവരൊക്കെ സാക്ഷ്യം പറയും, ഇത് ഞങ്ങളുടെ രോഗം മാറിയിട്ടുണ്ട്. പിന്നെ മുഴുവൻ പ്രതീക്ഷയാണ്. മരിക്കുന്നവരെ ആ പ്രതീക്ഷ കൈവിടത്തില്ല. അപ്പൊ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഒരു നന്മ, ഒരു അത്ഭുതം, ഒരു അനുകൂല ഘടകം ഉണ്ടായാലോ, വർക്ക് ചെയ്താലോ. അതുകൊണ്ട് ഇവർ പറയുന്ന എല്ലാ വൃത്തികേടുകളും വിശ്വസിച്ച് അവരെ മിണ്ടാതെ നിൽക്കും. അങ്ങനെ, കാരണം എല്ലാ മനുഷ്യർക്കും ഒരു നീഡുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് പരിഹരിക്കുന്ന ദിവ്യൻ. നിങ്ങൾക്കറിയോ, എല്ലാ മനുഷ്യർക്കും പേഴ്സണൽ ആയിട്ടുള്ള ദുഃഖങ്ങളുണ്ട്, വ്യക്തിപരമായ ദുഃഖങ്ങൾ. അങ്ങനെ ഇല്ലാത്തവരൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായി മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് വ്യക്തികളുടെ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന, ഒരു 500 സിനിമയ്ക്കുള്ള കഥ കേട്ടിട്ടുള്ള ഒരാളാണ്. കാരണം മനുഷ്യന്റെ ജീവിതം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുകൾക്കെല്ലാം ദുഃഖമുണ്ട് പേഴ്സണലി. നമ്മൾ നോക്കുമ്പോൾ അപ്പോഴാണ് ഒരു ദിവ്യം വരുന്നത്. യാതൊരു ദുഃഖവും അയാളെ ഏശത്തില്ല, യാതൊരു പ്രശ്നവും അയാളെ ബാധിക്കത്തില്ല. സൂപ്പർമാനായിട്ട്, സൂപ്പർ ഹ്യൂമൻ, സൂപ്പർ ഹീറോ. അപ്പൊ അയാൾ വന്നിച്ചു ഗ്ലോറി, ഇതാ വരുന്നു, അത്ഭുതം. അപ്പൊ ആളുകളെല്ലാം അങ്ങനെ ഒരാളെ കാത്തിരിക്കുക, ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കും ആകാം. നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ കൂടെ ആള് കൂടും. കാരണം അങ്ങനെ ഒരാളെ എല്ലാവരും തിരക്കുന്നു. അപ്പൊ ഇവരുടെ ഈ പ്രബോധനത്തിലെ ക്രിസ്തു എന്ന് പറയുന്ന അങ്ങ് ആകാശത്തിൽ ഇരിക്കുന്ന, അങ്ങ് ആകാശത്തിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊഴിയും. അതാണ്. അപ്പൊ അവൻ എൻ്റെ അനുഗ്രഹം കിട്ടിയവന്. അതൊരു ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. ഇപ്പൊ തന്നെ നമ്മുടെ ആഹ്വാന ഗീതങ്ങളുണ്ട്, ആഹ്വാന ഗീതങ്ങൾ. ഇപ്പൊ DGS ദിനകരന്റെ മിനിസ്ട്രിയുടെ പാട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ ദർബാറിൽ ആളുകൾ ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു ആ പാട്ട്. ഞാൻ കേട്ട സ്നേഹരൂപനേശു നിന്നെ വിളിക്കുന്നു, അങ്ങനെ ഒരു പാട്ട്. പിന്നെ ഒരു പാട്ടുണ്ട്, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു, യേശുവിനെ നോക്കുവീൻ, യേശുവേ യേശുവിനെ നോക്കുവീൻ.
ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആണ്ട് യേശു വരുന്നുണ്ട് വഴി. നിങ്ങൾക്കറിയാം, സുന്ദരം എന്ന ദൈവാലയ സ്വർണ്ണ വെള്ളിയാഴ്ചയാണ്. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, 40 വയസ്സിലധികം പ്രായമുള്ള യേശു കർത്താവ് ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് യെരുശലേമിൽ തെണ്ടാൻ തുടങ്ങിയ ഒരുത്തനവൻ. കാരണം യേശു 33-ാമത്തെ വയസ്സിൽ സ്വർഗാരോഹണം ചെയ്യാണ്. 40 വർഷമായിട്ട് ഇവൻ അവിടെ ഇരിക്കുക. അപ്പൊ കർത്താവ് ജനിക്കുന്നതിന് 7 കൊല്ലം മുമ്പ് അവിടെ ഇരിപ്പ് തുടങ്ങിയതാണ്. അപ്പൊ അവനെ പത്രോസും യോഹന്നാനും കണ്ടപ്പോ യേശുവിനെ നോക്കുവീൻ എന്നല്ല അവർ പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. ഈ കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ ഇരിപ്പുണ്ട്. പൗലൂസ്ലിയ പറയാണ്, അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവീൻ. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവീൻ. അപ്പൊ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം ഊന്നുവടികളായി മാറുക. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ഹീലിംഗ് ഉണ്ടാകുകയാണ്. അവിടെയാണ് ഹാർട്ട് ഹീലിംഗ് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ തന്നെ, അല്ലെ നമ്മളുടെ ദുഃഖം കേൾക്കാൻ തന്നെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം 60% മാറും. 60% മാറും. നമ്മളെ കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിനാണ് ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ യേശുവിലേക്ക് നോക്കൂ, യേശുവിനോട്, യേശു നിന്റെ സ്നേഹിതനെ അങ്ങോട്ട് നോക്കിക്കോ, കൂവിക്കോ, കാറിക്കോ എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ ആളുകൾ ഇത്തരത്തിലുള്ള വലിയ കൂട്ടത്തിൽ പോയിട്ട് നല്ല ഒരു പങ്ക് ആളുകള് മനോരോഗികളായി മാറുകയാണ്. അവന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട പരിചരണം, അവന് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന പരിഗണന അതല്ല കിട്ടുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ളൊരു മാസ് ഹിസ്റ്റീരിയയിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ഫേക്ക് ഗോസ്പൽ അവനോട് പറയുകയാണ്, ഇല്യൂഷനിലേക്ക് അവനെ നയിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് അവന് ഫാൾസ് അഷുറൻസ് കൊടുക്കുകയാണ്, ഫാൾസ് പ്രോമിസസ് ഇങ്ങനെ വാരി വെതറുകയാണ്. ഞാൻ അത്ഭുതവാനാണ്, ഞാൻ സൂപ്പർ ഹ്യൂമനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. താൻ ആയിരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ഭാവിച്ചുയരുകയാണ്. ഞാൻ ഒരൊറ്റ ശാസന ശാസിച്ചു. ഈ കണ്ടാമിനേറ്റഡ് ആയിരുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററും മറ്റും ഒറ്റ പ്രാർത്ഥനയിൽ മുഴുവൻ ക്ലീനായി ഇതാ കിടക്കുന്നു. അത്ഭുതക്കാർ മുഴുവൻ പറയുന്നേ. ഞാൻ ഒരു കാര്യം ഞാൻ ജാമ്യം എടുത്തിട്ട് പറയാണ്, അത്ഭുതം സംഭവിക്കുകയല്ലെന്നൊന്നും ഞാനിവിടെ പറയുന്നതിന് അർത്ഥമില്ല. അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കും. ദൈവം എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നതിന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉള്ളതുമാണ്. അല്ലാതെ ഇവിടെ അത്ഭുതമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് സൂപ്പർ ഹീറോ ആകാൻ വേണ്ടി, സൂപ്പർ ഹ്യൂമൻ ആകാൻ വേണ്ടി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നിത്യ ദുരിതത്തിലാഴ്ത്തുകയും 10,000-കണക്കിന് ആളുകളെ മനോരോഗികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയെ കുറിച്ച് നമ്മൾ ആരും അങ്ങനെ സൂപ്പർ ഹ്യൂമൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ചെറിയവനാവുക, ദാസനാവുക. ക്രിസ്തു അതാണ് ചെയ്തത്. ക്രിസ്തു ആരിൽ നിന്നും എന്ത് ചെയ്തില്ല? അൺഅവൈലബിൾ ആയി പോയില്ല. ഹി വാസ് അവൈലബിൾ ടു എവരിവൺ. മോശ ആയിരുന്നല്ലോ ദ മോസ്റ്റ് അൺഅവൈലബിൾ പേഴ്സൺ ഇൻ ഇസ്രായേൽ. അങ്ങനെയായിരുന്നു മോശ. നിങ്ങൾക്കറിയോ? കാരണം 10 പേരുടെ ഒരു അധിപതിയുണ്ട്, പിന്നെ 100 പേരുടെ ഒരു അധിപതിയുണ്ട്, പിന്നെ 1000 പേരുടെ ഒരു അധിപതിയുണ്ട്. അപ്പൊ ചെറിയ ചെറിയ വിഷയങ്ങൾ ആ 10 പേരുടെ ഗ്രൂപ്പിൽ തീർക്കുക. അവിടെ പറ്റിയില്ല 100 പേരുടെ ശതാധിപൻ, പിന്നെ സഹസ്രാധിപൻ, അങ്ങനെ ഗ്രേഡ് കയറി അവസാനം ഏറ്റവും ടോപ്പ് വിഷയം വന്ന് അത്ര ഇതാണെങ്കിൽ അപ്പോൾ മാത്രമാണ് മോശയുടെ അടുത്ത് ചെല്ലുന്നത്. ദ മോസ്റ്റ് അൺഅവൈലബിൾ പേഴ്സൺ ആണ്. അത് പിരമിഡിക് ലീഡർഷിപ്പാണ്. ഇങ്ങനെ പോവാണ്. എന്നിട്ട് അതിന്റെ ആ കൂനയുടെ മുകളിൽ കയറി മോശ ഇങ്ങനെ. പക്ഷെ യേശു വന്നപ്പം അങ്ങനെയല്ലായിരുന്നു. ഏറ്റവും ലോസ്റ്റായ, ഏറ്റവും ലീസ്റ്റായ ആളുകളുടെ അടുത്ത് യേശു ചെല്ലുകയാണ്. പാപിയായ, മനുഷ്യന്റെ വെട്ടത്തിറങ്ങാൻ മടിയുള്ള സക്കായി ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടി ചെന്ന് വിളിക്കുകയാണ്, സക്കായി താഴേക്ക് ഇറങ്ങി. ചുങ്കക്കാരൻ വെറുക്കപ്പെട്ട മത്തായി ആ നാണം കെട്ട തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കും ആ മേശയുടെ അടുത്ത് എന്ന് വിളിക്കുക, മത്തായി.
മീൻ നാറുന്ന വള്ളത്തിൽ പരാജിതനായി നിന്ന് വല കഴുകുന്ന പത്രോസിന്റെ അടുത്ത് നിന്ന് വിളിക്കുകയാണ്, കയറി വാ. നട്ടുച്ചയ്ക്ക് ആരും കാണാതെ അല്പം വെള്ളവുമായിട്ട് പോകാം. ജീവിതം തകർന്ന ഒരു സ്ത്രീയോട് വളരെ കാര്യമായി സംസാരിക്കുകയാണ്. യേശുവാണ് ക്രിസ്ത്യാനിറ്റിയുടെ മാതൃക. നിങ്ങൾ ഇപ്പൊ ഒരു ആൾക്ക് സൂപ്പർ ഹ്യൂമൻ ആകാൻ വേണ്ടി എത്ര കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. നിങ്ങൾക്ക് രോഗശാന്തി വരങ്ങൾ ഉണ്ട്. ഇപ്പൊ ഒരാൾക്കൊരു രോഗശാന്തി വരം ഉണ്ടെങ്കിൽ രോഗികളുടെ അടുത്ത് ചെല്ലുക, അവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുക, രോഗികൾ സുഖപ്പെടട്ടെ. പക്ഷെ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് മാസ് ഹിസ്റ്റീരിയ ഉണ്ടാക്കുകയാണ്. ഈ ആള് എങ്ങും നടക്കാത്ത കുറെ കാര്യങ്ങൾ അവിടെ നടന്നു, ഇവിടെ നടന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കംബോഡിയയിൽ പോയപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു ശവം കിടക്കുകയായിരുന്നു. ഞാൻ കാലിനൊരു തൊഴി കൊടുത്തു, ശവം എഴുന്നേറ്റ് വന്നു. എൻ്റെ കൂടെയുള്ള ഒരു പേടിച്ചോടി, ഞാൻ ഇടത്തോട്ടോടി, മറ്റൊരു വലത്തോട്ടോടി. കഥയാ. വേറൊരുത്തൻ പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. നിങ്ങൾ അതൊക്കെ ഓൺലൈനിൽ കണ്ടല്ലേ? ഇങ്ങനെ എൻ്റെ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയായിരുന്നു. ഇന്ത്യ വന്ന് ഇറങ്ങിയപ്പോഴേക്കും അറിഞ്ഞത് ഞങ്ങളുടെ അവിടുത്തെ ഒരാൾ മരിച്ചുപോയി. പെട്ടെന്ന് ഞാൻ അന്നേരം ആ എയർപോർട്ടിൽ നിന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ തിരിച്ച് വീണ്ടും ഓസ്ട്രേലിയയിൽ ഇറങ്ങി. അപ്പോൾ ആ ശവം അവിടെ മോർച്ചറിൽ ഇരിക്കുകയായിരുന്നു. 10 ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു. മോർച്ചറിൽ ഇരിക്കുന്ന ശവത്തിന് ചുറ്റും എന്തിനാ 10 ഡോക്ടർമാർ നിൽക്കുന്ന ചോദ്യമില്ല, കഥയെ ചോദ്യമില്ലല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ ഇയാൾ ഒരു ഒറ്റ അടി കൊടുത്ത ശവത്തിനിട്ട് ശവം ചാടി എഴുന്നേറ്റ് കാപ്പ് കുടിച്ചെന്നൊക്കെയാണ്. നിങ്ങളൊക്കെ ഓൺലൈനിൽ കണ്ടതാ. ഇത്തരത്തിൽ അവിടെ നടന്നു, ഇവിടെ നടന്നു, മറ്റടുത്ത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പിന്നാലെ നടന്ന് വഞ്ചിക്കപ്പെടുകയാണ്. ദൈവത്തെ തിരിച്ചറിയുക. നിന്നിൽ ഒരു ക്രിസ്തുവുണ്ട്, അപരനിൽ ഒരു ക്രിസ്തുവുണ്ട്. ലോകത്തുള്ള എല്ലാവരിലും ക്രിസ്തുവുണ്ട്. എന്നിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാതെ ഞാൻ മറച്ചു വെക്കുന്നുണ്ട്. മറ്റുള്ളവനിലെ ക്രിസ്തുവിനെ കാണാതെ ഞാൻ കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് 2 പ്രശ്നം. അപ്പൊ മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ കാണാൻ കണ്ണു തുറക്കുക, എന്നിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണത്തക്ക വിധം ഞാൻ തുറക്കുക. ഇതാണ് ഈ പറയുന്ന ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. ഇത് മതത്തിനെതിരാണ്. മതം എന്ത് ചെയ്യും? മതം അവരുടെ ഷ്രൈൻസിൽ ക്രിസ്തു ഉണ്ട്. അവരുടെ രൂപക്കൂട്ടിനകത്തോ അല്ലെങ്കിൽ അവരുടെ ആൾത്താരയിലോ അല്ലെങ്കിൽ അവരുടെ ധ്യാന കേന്ദ്രത്തിലോ ഒക്കെ ക്രിസ്തു ഇരിപ്പുണ്ടെന്നും, ക്രിസ്തു അവിടെ ഇരുന്ന് ഇങ്ങനെ അകലേത് വരുന്നവരിങ്ങനെ ഈ ഗോപുരത്തിന്റെ മുകളിൽ ബൈനോക്കുലറായിട്ട് നോക്കിയിരുന്ന വരുന്നു ഇങ്ങനെ നോക്കി. അപ്പൊ അങ്ങനെ അവർ വരുന്ന അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ക്രിസ്തു. നിന്നിലൊരു ക്രിസ്തു ഉണ്ട്. എല്ലാവരിലും ക്രിസ്തുവുണ്ട്. ഈ ബോധ്യത്തെയാണ്, കോൺഷ്യസ് അവയർനെസ്സിലേക്കാണ്, ഈ ഹയർ നോളജിലേക്കാണ് ജനത്തെ നയിക്കേണ്ടത്. ഇതാണ് സഭയുടെ ദൗത്യം, ഇതാണ് മിഷൻ. അല്ലാതെ വ്യാജമായ വാഗ്ദാനം കൊടുക്കുകയും തെറ്റായ ധാരണ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ആളുകളെ വഞ്ചിക്കുന്നതല്ല. അതല്ല ഗോസ്പൽ, അതല്ല ചർച്ചിന്റെ മിഷൻ. ഈ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നവർക്കെതിരായിട്ട് ഞങ്ങൾ സംസാരിക്കുക. അത് വ്യക്തികൾക്കെതിരായിട്ടല്ല സംസാരിക്കുന്നത്, അവരുടെ നടപടികൾക്കെതിരായിട്ടാണ്, തെറ്റായ ബോധ്യങ്ങൾക്കെതിരായിട്ടാണ്. എത്രയോ ആളുകളെ മാനസിക അടിമകളാക്കി മാറ്റുക, മാനസികമായി ബന്ധനത്തിലേക്ക് ആളുകളെ നയിക്കുകയാണ്, വിഷാദരോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്. ഒരു പഠനം സൂചിപ്പിക്കുന്നത് 90-കൾക്ക് ശേഷം കേരളത്തിൽ ധ്യാന കേന്ദ്രങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, ന്യൂ ജനറേഷൻ പ്രസ്ഥാനങ്ങളൊക്കെ വ്യാപകമായതിനു ശേഷം കേരളത്തിലെ മനോരോഗികളുടെ എണ്ണത്തിൽ 28% വർധനയുണ്ടെന്നാണ്. അത് ഇത്തരത്തിലുള്ള ചിന്തകളാണ്. പെന്റക്കോസ്റ്റൽ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ ഒരു കലാപരിപാടിയാണ് ഉപവാസ പ്രാർത്ഥന. എല്ലാത്തിനും പരിഹാരം ഉപവാസമാണെന്നുള്ള ചിന്തയിൽ ഇവർ ഉപവാസം പ്രഖ്യാപിക്കുകയും ഉപവാസം ഇരിക്കുകയും. ന്യൂ ജനറേഷൻ ചർച്ചുകളിലെ ചില കേന്ദ്രന്മാർക്ക് പട്ടിണി കിടക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ട് അവർ വിടുതൽ ദിനങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഉപവാസം എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? മനസാക്ഷി കുത്തുണ്ടാകണ്ട, അവർക്ക് ദിവസവും ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ എക്സർസൈസ് പോലെയുള്ള പരിപാടികൾ നടത്തുകയാണ്.
ഇതിലൊക്കെ ആളുകൾ അത്ഭുതം പ്രതീക്ഷിച്ചു ഇപ്പൊ തന്നെ എന്തെങ്കിലും സൂപ്പർ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് സംതിങ് വിൽ ഹാപ്പൻ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോവാണ് അവര്. നിരാശയിലേക്ക് ആളുകൾ പോവുകയാണ്. യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് ആളുകൾ മാറുകയാണ്. അതായത് മയക്കുമരുന്ന്, കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനെ അതൊക്കെ അടിക്കുന്നവർ എന്താണ്, അവർ റിയാലിറ്റിയിൽ നിന്ന് പോവുകയാണ്, മറ്റൊരു ലോകത്ത് വിഹരിക്കുകയാണ്. സെയിം സംഗതി ആണ് ഇവിടെ നടന്നത്. അവരുടെ യാഥാർത്ഥ്യ ലോകത്ത് നിലനിൽക്കാതെ അനുഭൂതികളുടെയും മായക്കാഴ്ചകളുടെയും വ്യാജ വാഗ്ദാനങ്ങളുടെയും സ്വപ്നലോകങ്ങളിലെ വിഹരിക്കുന്നവരാക്കി തങ്ങളുടെ അനുയായികളെ മാറ്റുകയാണ്. അവരുടെ സ്വപ്നലോകത്തിൽ ഈ പുള്ളി ഭയങ്കര സൂപ്പർ ഹ്യൂമാനും ദൈവത്തിന്റെ അളിയനും ഒക്കെ ആയിട്ട് അങ്ങ് തോന്നുക. അപ്പൊ ആരെങ്കിലും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പ്രകോപിതരാകുകയാണ്. പിന്നെ വന്നിച്ച് കമന്റ്, ചീത്തവിളി, ഭീഷണി, ഇതൊക്കെ എന്തുവാ? ഇതൊന്നും അല്ല ഇത് കത്തോലിക്കാ തിരുസഭയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതുകൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം എടുക്കുന്നത്. കത്തോലിക്കാ തിരുസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 100 കണക്കിന് വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പരിപാടികളൊക്കെ പോകുന്നതിനിടയ്ക്ക് കത്തോലിക്കനാന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ പേര് ഭീഷണി കത്തൊക്കെ അയക്കുന്നു. അപ്പൊ കത്തോലിക്കരായ നിങ്ങൾ കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. വിശുദ്ധിയുടെ വഴിത്താരകളിൽ അവരെങ്ങനെയാണ് നടന്നു പോയത്, സഹനത്തിന്റെ തീച്ചുളകളെ അവരെങ്ങനെയാണ് തരണം ചെയ്തത്, അവരെങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടത്, അവരിൽ മറ്റുള്ളവരെങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടത്. ഇതൊക്കെ പഠിക്കണം കേട്ടോ കത്തോലിക്കന്മാരെ. അപ്പൊ ഇത് കത്തോലിക്കന്മാരൊന്നും അല്ലത്. കത്തോലിക്ക സഭയില് ഉണ്ടായ ഒരു നവപ്രവണത ഗ്രൂപ്പാണ്. ഇപ്പൊ ഈ നവപ്രവണത ഗ്രൂപ്പ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തെ പോലും ഭീതിപ്പെടുത്തുകയാണ്, ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന ഈ ധ്യാന കച്ചവടക്കാരൊക്കെ അവരുടെ ജൂറിസ്ഡിക്ഷനെ വിശാലപ്പെടുത്തിയിരിക്കുകയാണ്. കടൽ കടന്നും അവരുടെ സ്വാധീനത്തിന്റെ കറുത്ത കരങ്ങൾ നീളുകയാണ്. വിദേശ രാജ്യങ്ങളിലുള്ള ഇടവകകളിൽ പോലും അവരുടെ ഫാൻസ് അസോസിയേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപകടകാരികളാണ് അവർ. ലോകരാജ്യങ്ങളിലെ പല ഇടവകകളിലും ഇവർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവിടുന്ന് ഫണ്ടിങ് റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കരുത്തന്മാരാണ്. കത്തോലിക്ക സഭയിലെ പല ബിഷപ്പുമാരെക്കാളും കരുത്തുള്ളവരാണ് ഇത്തരത്തിലുള്ള ധ്യാന കച്ചവടക്കാർ. അവരും പഞ്ചപുച്ഛമടക്കി പേടിച്ചും ഭയപ്പെട്ടുമാണ് നിൽക്കുന്നത്. ഹൈജാക്ക് ചെയ്യാണ്. ചില ദാതാമാരെ പോലെയാണ്. സിനിമാ മേഖലകളിലൊക്കെ ഉണ്ട് ദാതാമാർ, അതുപോലെ ആത്മീക മേഖലകളിലെ ദാതാമാരായിരിക്കുകയാണ്. അവരുടെ അനുയായികൾ ഭ്രാന്ത് പിടിച്ച് ആവേശത്തോടെ അവരെ അനുധാവനം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റി അല്ല. ദിസ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. ഇത് ആത്മീകതയല്ല, ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് തനി ഗുണ്ടായിസമാണ്. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരല്ല. പിന്നെ ഇത് എന്നെ പേടിപ്പിക്കാണ്ടൊന്നും പോരണ്ട കേട്ടോ. എനിക്ക് കുറെ ആളുകൾ ഭീഷണി കത്തും ഒക്കെ അയക്കുന്നുണ്ട്, ഒരുപാട് കണ്ടതായത്. ഇത് ക്രിസ്ത്യാനിറ്റി ഒന്നും അല്ല. ഞാൻ കത്തോലിക്ക സഭയെ ഉൾക്കൊള്ളുന്ന വ്യക്തിയും കത്തോലിക്ക സഭയിലെ ധാരാളം വിശുദ്ധന്മാരെ ഫോളോ ചെയ്യുന്ന ആളുമാണ്. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ധാരാളം സെയിൻസ് ഉണ്ട്. ഞാൻ അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് പലരുടെയും ജീവചരിത്രം ഇരിപ്പുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇവര് അപ്പൊ അടുത്ത പുണ്യവാളൻ ഈ പുണ്യവാളനാന്നൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ ആക്ക നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇതൊന്നും അല്ല വിശുദ്ധി. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയും ഇതല്ല. അത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെ പറഞ്ഞത്. അപ്പൊ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, ക്രിസ്തു എന്താണ് നമ്മളെ ഗ്രഹിപ്പിച്ചത്, അപ്പോസ്തലന്മാരെന്താണ് പഠിപ്പിച്ചത്, അതേക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കുവാൻ. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിത്യ നരകം സൃഷ്ടിച്ച ദൈവത്തെ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് സച്ച് എ ഗോഡ്. നിങ്ങൾ എടുക്കുക, ഒരു ട്രോഫി ഉണ്ടല്ലോ, പണ്ട് ഈ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയ്ക്കകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കത്തില്ലേ, ഇതാ പിടിച്ചു, ആ ട്രോഫി നിങ്ങൾ പിടിച്ചു. ഞങ്ങൾക്ക് വേണ്ട. ഗ്ലോറിയസ് ഫോളോവേഴ്സിനൊന്നും അത്ര ട്രോഫി വേണ്ട. കാരണം ഞങ്ങൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ, സർവശക്തിയുള്ള പിതാവായി, ഹീസ് അവർ ഫാദർ.
സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, സകലവും അവന് വേണ്ടി അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. All things are for him, all things are from him, all things are through him, and all things are towards him. That's glorious gospel. ഒരു മുട്ടുസൂചി പോലും ഇവിടെ പിശാചിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സകലതും സമാധാനത്തിന്റെ രാജകുമാരൻ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. All things will be gathered in him when the fullness of time will come. At the dispensation of the fullness of time, all things will be gathered together. That culmination point, that glorious day, we are looking forward that glorious day. അതാണ് നിക്ക വിശ്വാസ പ്രമാണം അവസാനിപ്പിക്കുമ്പോൾ പറയും. ഞങ്ങൾ നോക്കി പാർക്കുന്നു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത മശിഹ മഹത്വത്തോടെ എഴുന്നള്ളും എന്ന് ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പാപം ചെയ്തു, എന്റെ ദൈവമേ, ഇവര് പറയുന്നത് ലൈംഗിക പാപമാണ്. ആര് സ്വയംഭോഗം ചെയ്തു? ഈ സ്വയംഭോഗം ചെയ്യാൻ ഈ ലൈംഗിക തൃഷ്ണകൾ, അതൊക്കെ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായി ശാരീരിക വളർച്ചയുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതിനെ അടിച്ചമർത്തുകയാണ്, അതിൽ സാഡിസം കണ്ടെത്തുകയാണ്. നിങ്ങൾ കണ്ടോ ചില പാറയിലൊക്കെ ചില ചെടികൾ കിളുത്ത് വരുന്ന വിത്തിന്റെ ശക്തി കണ്ടിട്ടുണ്ടോ? നമ്മൾ ഓർക്കും വെറും മൃദുലമാണല്ലോ, പക്ഷെ അത് ചിലപ്പം കരിങ്കല്ലിനകത്തൂടെ ഇങ്ങനെ കിളുത്ത് കയറി വരുന്നതാണ്. അപ്പൊ അതുപോലെയാണ് മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണകൾ. അത് നാച്ചുറലാണ്, ഗോഡ് ഗിവൺ ആണ്. അതിനെയൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. സപ്രസ് ചെയ്യാൻ ശ്രമിച്ച് ആളുകൾ പിരിവെട്ടി നടക്കുകയാണ്. കൊന്തകല്ലി മടുത്ത നീ അടുത്ത കാലത്ത് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. കാരണം മനുഷ്യൻ നോർമലായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഇവരെയൊക്കെ മനോരോഗികളാക്കി മാറ്റുകയാണ്. ഭയങ്കരം പാപമാണ്, തീക്കകത്തോട്ട് നിന്നെ എടുത്തിടും. കത്തോലിക്കരെന്ന് വെറുതെ അഭിമാനിക്കുന്നു. ഇപ്പോ കുറച്ചു മുമ്പേ ഒരാൾ ദർബാറിൽ വന്നു, പുള്ളി കത്തോലിക്കനാണെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു വ്യഭിചാരമാണ് ഏറ്റവും വലിയ പാപം. എത്ര റോങ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ വ്യഭിചാരം പാപമാവുന്നേ? ആക്ട് ആണോ? അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതാണല്ലോ വ്യഭിചാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് പാപമാണോ? അതൊരിക്കലും പാപമല്ല. അതെങ്ങനെയാ പാപമാകുന്നത്? ഇപ്പൊ ആ സ്ത്രീയും പുരുഷനും വിവാഹിതരാണ്, അപ്പൊ നമ്മുടെ സമൂഹം അംഗീകരിക്കുകയാണ്, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട പാപമാണോ? അല്ല. കാരണം എന്താണ്? സമൂഹം അത് അംഗീകരിച്ചു. അപ്പൊ നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്, നമ്മുടെ സമൂഹ മനസാക്ഷിയിലാണ് അത് പാപവും പുണ്യവുമായി മാറുന്നത്. ലെജിറ്റിമേറ്റോ ഇല്ലെജിറ്റിമേറ്റോ ആയി മാറുന്നു. സൊസൈറ്റിയുടെ മനസ്സിലാണ്. വെരി ഓൺ ആക്ട് ഓഫ് യൂണിയൻ അല്ല പാപമായി മാറും. അത് അക്സെപ്റ്റൻസ് ആണ് സമൂഹത്തിന്റെ. വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനത്തിൽ, നിർവചനത്തിൽ അടിസ്ഥാനപരമായ ഏറ്റവും ഗുരുതരമായ പാപം, മരണകരമായ 7 പാപം, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ 7 പാപങ്ങളുടെ പട്ടിക. ഏതാണ് മരണകരമായ 7 പാപങ്ങൾ? മരണകരമായ 7 പാപങ്ങളിലെ ഒന്നാമത്തെ പാപം അഹങ്കാരമാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ പരിഗണന അർഹിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും നിൽക്കുന്നിടത്ത് നീ നിൽക്കുന്നില്ല, എല്ലാവരും കാണുന്നിടത്ത് നിന്നെ കാണുന്നില്ല. എനിക്ക് ഇച്ചിരി കൂടെ മുന്തിയ പരിഗണന ആവശ്യമാണ്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിനക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നീ സ്വയം പറയാണ് എനിക്ക് അല്പം കൂടെ മുന്തിയ പരിഗണന ആവശ്യമാണ് എന്ന് ഏതെങ്കിലും തരത്തിൽ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നീ എന്താണ്? നീ പാപിയാണ്, അല്ലെങ്കിൽ അഹങ്കാരിയാണ്. അപ്പൊ അഹങ്കാരം നിന്റെ തലയ്ക്ക് പിടിച്ചു. വളരെ ക്ലിയർ ആണ്.
ഏതെങ്കിലും തരത്തിലുള്ള മുന്തിയ പരിഗണന നീ ആവശ്യപ്പെടുന്നുണ്ടോ? മുന്തിയ പരിഗണന ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? സ്വയം ചിന്തിക്കുന്നുണ്ടോ? അപ്പം അഹങ്കാരം, പിന്നെ അത്യാഗ്രഹം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം നിർവഹിച്ചാണ് ഞാൻ പറഞ്ഞു. അത്യാഗ്രഹം, ആസക്തി, ആലസ്യം, കോപം, അസൂയ, ഇതൊക്കെ പാപങ്ങളാണ്. ഇതൊക്കെയാണ് ഏറ്റവും മാരക പാപങ്ങളായിട്ട്, ദി ഡെഡ്ലി സിൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ നീ കത്തോലിക്കരാണെങ്കിൽ ആ പാപങ്ങളെ അഡ്രസ് ചെയ്തിട്ട് ആ പാപങ്ങളെ പറ്റി പറ. ഈ 7 പാപങ്ങളെ വിശദീകരിച്ചാൽ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് മോചിതനായ ഒരൊറ്റ വ്യക്തിയില്ല. ഒരു വ്യക്തിക്കും അതിൽ നിന്ന് മോചനം ഇല്ല. പരിധിയിൽ വരും. താങ്കൾ പരിധിക്ക് പുറത്താണ് എന്ന് ആരും പറയത്തില്ല. എല്ലാവരും പരിധിക്കകത്താണ്. ഇതൊന്നും അക്കവിട്ട് ഘോഷിക്കുന്നൊന്നുമില്ല ഓർത്തഡോക്സ് തിയോളജിയിൽ. പക്ഷേ ഓർത്തഡോക്സ് പിതാക്കന്മാർക്ക് ഒരു കാര്യം അറിയാം, നമ്മളെല്ലാം റേഞ്ചിനകത്താണ്. അതുകൊണ്ട് ഒറ്റ പ്രതിവാക്യമുള്ളൂ: കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. കർത്താവേ കരുണ തോന്നണമേ, ഹാവ് മേഴ്സി അപ്പോൺ മീ. പൗലോസ് പറയാണ്, ഒരു വ്യത്യാസവുമില്ല, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരാണ്. ചെറിയവനെന്നോ വലിയവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഉത്കൃഷ്ടനെന്നോ ഹീനനെന്നോ അധമനെന്നോ ഉത്തമനെന്നോ വ്യത്യാസമില്ല. ഓ, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. അവിടെയാണ് ഇൻകാർണേഷൻ. അവിടെയാണ് നമ്മൾ ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ക്രിസ്തു പിറക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അവിടെയാണ്. എത്ര വലിയ സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. എത്ര വലിയ സ്നേഹം. വാനവനാം താതായാചിക്കും മടിയ ശുശ്രൂഷയേറ്റാർദ്രത തോന്നേണം. വാനവർത്തൻ മാനവർത്തൻ ഗതിയെ ഈ ശുശ്രൂഷയേറ്റാർദ്രത തോന്നേണം. കാരണമേ നിൻ വീതി പാടിയ പോലെ പാപം ചെയ്തോരോടാർദ്രതയുള്ളവനെ അൻപുണ്ടാരണമേ നിൻ വീതി ദിവസത്തിൽ. വാനവനാം താതായാചിക്കും മടിയ ശുശ്രൂഷയേറ്റാർദ്രത തോന്നേണം. വാനവർത്തൻ മാനവർത്തൻ ഗതിയെ ഈ ശുശ്രൂഷയേറ്റാർദ്രത തോന്നേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അവിടെ പാടുന്നത് എന്താണെന്ന്?
ഇത് നമ്മളെ എൽദോ പെരുന്നാളിന്റെ ഒരു ഗീതമാണ്. അത് ഞാൻ വേണേൽ ഒന്നുകൂടെ അത് പ്ലേ ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ എന്താ പാടുന്നത്. അത് കേട്ടോണം. കേൾക്കുക അതെ, ഇതാണ് പാട്ട്. പാപം ചെയ്തോരോടാകതയുള്ളവനെ അൻപുണ്ടാകണമേ നിൻ വീതി ദിവസത്തിൽ. കേട്ടോ, പാപം ചെയ്തവരോട് ആർദ്രതയുള്ളവനെ. ദാറ്റ് ഈസ് ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ പാപം ചെയ്യുന്നവരെല്ലാം അവിടെ പിടിച്ച് തീക്കകത്തിടാൻ പൊരിക്കാനിരിക്കുന്ന ദൈവത്തെ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. നിങ്ങളായി നിങ്ങളുടെ ദൈവമായി നിങ്ങൾ അങ്ങോട്ട് ചെന്നാട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഗ്ലോറിയസ് ഗോസ്പൽ പ്രഭാഷണങ്ങൾ സീരീസുകൾ ഇനി തുടരും. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.